നല്ലൊരു യുദ്ധം കാണാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ ട്രംപ് അത് കുളമാക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഈ മനുഷ്യന് ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളായിരിക്കുന്നു. സമാധാനത്തിലും ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല, യുദ്ധത്തിലും ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇയാൾ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഇറാന് ഇപ്പം തീർത്ത് കളയും എന്ന് പറഞ്ഞിട്ടാണ് ഈ കാർന്നൂർ ഇറങ്ങിയത്. അതിനെ തുടർന്ന് കാർന്നൂർ പറഞ്ഞു, കൊള്ളാവുന്നൊരു കപ്പൽ നോക്കി അങ്ങോട്ട് വിടറ ഇറാൻ്റെ അവിടെ കടലിലേക്ക് എന്ന് പറഞ്ഞു. അവരുടെ കയ്യിലുള്ള തരക്കേടില്ലാത്തൊരു കപ്പൽ ഇഷ്ടം പോലെ അവിടെ കിടക്കുകയാണ്, എബ്രഹാം ലിങ്കൺ. അപ്പോൾ അവരുടെ യുദ്ധക്കപ്പലുകൾക്കൊക്കെ വിമാനവാഹിനിയൊക്കെയുള്ള വലിയ പണ്ടാരക്കെട്ടിന് അവരവരുടെ പഴയ പ്രസിഡൻറ്റുമാരുടെ പേരായിടുന്നത്. എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കിടക്കാൻ വേണ്ട സ്ഥലം ഏകദേശം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വരെയുള്ള സ്ഥലം അതിന് വേണം, അതിന് മാത്രം കിടക്കാൻ. പിന്നെ അതിൻ്റെ അനുസാരികൾ ഒരുപാടുണ്ട്. ഈ യുദ്ധക്കപ്പലുകൾ, ചെറുതരം യുദ്ധക്കപ്പലുകൾ അതിനെ ചുറ്റിപ്പറ്റി പോയിക്കൊണ്ടിരിക്കും. അതുകൂടാതെ അന്തർവാഹിനി, ബഹിർവാഹിനി, ഹെലികോപ്റ്റർ, വിമാനം, പീരങ്കി, പണ്ടാര, അവസാനം തീരെ ചെറിയ പൊട്ടാസ് വരെയുണ്ട്. ഇതുകൂടാതെ ഇതിനൊക്കെ പറ്റിയ പട്ടാളക്കാരുമുണ്ട്, US മറൈൻസോ സ്പെഷ്യൽ ഫോഴ്സോ എനിക്കറിയുന്നുണ്ട്. ഈ ജാതി ആൾക്കാരെയും ഒക്കെ കയറ്റിയിട്ട് ഇങ്ങനെ കടലിൽ കിടക്കുക, ഇതാണ് ഇവൻ്റെ പണി. വല്ലപ്പോഴും കൂടിയത് ഒരു യുദ്ധം വരുള്ളൂ, അടുത്ത കാലത്ത് എങ്ങും യുദ്ധം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ പട വരുന്നു എന്ന് കേട്ടാൽ തന്നെ ആൾക്കാർ വിറയ്ക്കും. പണ്ട് നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ 7ാം കപ്പൽപ്പട അമേരിക്കയുടെ വരുന്നു എന്ന് കേട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വ്യത്യാസമില്ലാതെ ആളുകൾ തെക്കും വടക്കും പരക്കം പേടിച്ചു പോയി. കേരളം ആദ്യമായിട്ടാണ് തലയിൽ കൂടെ ബോംബ് വീഴുമെന്നുള്ളൊരു പേടിയിൽ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ പേടിച്ചവരാണ് നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെ പേടിച്ചോടിയ കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. ഇതെന്താ സംഗതി എന്നറിയാമല്ലാതെ ഞാനിന്ന് പയ്യനാണില്ല. അപ്പോൾ എല്ലാവരും പേടിച്ചു, കൂടെ ഞാനും പേടിച്ചില്ലെങ്കിൽ മോശമല്ലേ, ഞാനും അങ്ങ് പേടിച്ചു. അങ്ങനെയൊക്കെ അത് പോയി. അതാണ് ഇവരുടെ കപ്പൽപ്പട അമേരിക്കയുടെ. അപ്പോൾ അത് ഇറക്കുന്നു. സൗദി അറേബ്യ പറയുന്നു, തല്ലല്ലേ ചേട്ടാ, ഈ പ്രദേശം മുഴുവൻ കുളമായി പോവും. അവൻ്റെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഇരിക്കുന്നത് ഇറാൻ്റെ കയ്യിൽ. അവനതിലെടുത്ത് തലങ്ങും വിലകും വീശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ പറഞ്ഞു, എന്നെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് അമേരിക്കയെ തിരിച്ചു വിടാൻ പറ്റില്ല, അമേരിക്ക വളരെ ദൂരെയല്ലേ. ഞാൻ ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്. ഖത്തറിലാണ് ഏറ്റവും വലിയ താവളം. ഇതിനെയൊക്കെ ഞാൻ തകർത്ത് കളയുമെന്ന് ഇറാൻ. ഇത് കേട്ടപാടെ ഖത്തറിലെ താവളത്തിൽ നിന്ന് അമേരിക്കക്കാരൻ കൈ കിട്ടിയ സാധനം ചട്ടിയും കലവുമൊക്കെ എടുത്തിട്ട് ഭാര്യമാരെയും കൂട്ടി അടുത്ത വിമാനം കയറി തിരിച്ച് അമേരിക്കയ്ക്ക് പോയി. അമേരിക്ക പറഞ്ഞു, ഇങ്ങോട്ട് വാടാ പിള്ളേരെ, അയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, ആ താടിക്കാരൻ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അന്ന് ഈ ബിൽഡപ്പ് ഇങ്ങനെ നടന്നു വരികയാണ്, ഇപ്പം തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ തീർപ്പ് മാത്രം നടക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച മറ്റേ USS ജെറാൾഡ് ഫോർഡ്, ഇവരുടെ പഴയൊരു പ്രസിഡൻ്റാണ്, US പടക്കപ്പൽ ജെറാൾഡ് ഫോർഡും കൂടെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു ട്രംപ്. അതും ഇറങ്ങി. അതിൻ്റെ കൂടെ അതും ഇങ്ങനെയുണ്ട്. ഇത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വരെയാണെങ്കിൽ മറ്റേത് തൃശ്ശൂരിൽ നിന്ന് കൊല്ലം വരെയുള്ള സ്ഥലം വേണം അതിന് കിടക്കാൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പലല്ലെന്നേ, കപ്പൽ പടയാണ്. അതിനകത്തെ പ്രധാന കപ്പലിൻ്റെ പേരാണ് ഈ ജെറാൾഡ് ഫോർഡ്, എബ്രഹാം ലിങ്കൺ, തേങ്ങാക്കൊല, മാങ്ങാത്തൊലി എന്നൊക്കെ പറയുന്നത് ആ ഒരു കപ്പലിൻ്റെ പേരാണ്. അതിനോടനുബന്ധിച്ചുള്ള കപ്പലുകളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ 2 കപ്പലുകൾ ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അടി പൊട്ടിയത് തന്നെ. ഇറാനാണെങ്കിൽ വെല്ലുവിളിച്ച് മപ്പടിച്ച് ഇങ്ങനെ നിൽക്കുന്നു, വാടാ ഇവിടെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ. അപ്പോൾ ഇത് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പല ദിവസവും ഉറക്കം കളിച്ച് TV ഒക്കെ വെച്ച് അവിടെ നോക്കി ഇവിടെ നോക്കി, ഇൻ്റർനെറ്റ് നോക്കി, AI നോക്കി, തേങ്ങ നോക്കി, മാങ്ങ നോക്കി, എവിടെ. ഇത് കഴിഞ്ഞ് 2 ദിവസം മുമ്പാണ് ഈ ട്രംപ് ആറ്റം ബോംബ് പോലെ ഒരു അനൗൺസ്മെൻറ്റ്, ഞാൻ ഇറാനുമായിട്ട് ഒരു ഡീല് നടത്താൻ പോവാണ്. പുള്ളിക്കെല്ലാം
ഡീലാണില്ല. ഈ ട്രംപ് വന്നതിന് ശേഷം നമ്മൾ വ്യാപകമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡീൽ. വേറൊന്ന് താരിഫ്. അതേപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊന്നും സാധാരണ മനുഷ്യർ കേട്ടുകൊണ്ടിരുന്ന വാക്കുകളല്ല. അറിയാം, വാക്കുകളും അർത്ഥമൊക്കെ അറിയാം. പക്ഷേ ട്രംപാണ് ഡീൽ എന്ന വാക്കിനെ വളരെ പ്രശസ്തമാക്കിയത്. പ്രചുരപ്രചാരം നേടിയ ഒരു വാക്കായി ഡീൽ. അപ്പോൾ ട്രംപ് പറഞ്ഞ് ഇറാനുമായിട്ട് ഡീൽ ചെയ്യാൻ പോകണമെന്ന് പറയും. ചേടാ, ഞാൻ നിരാശനായിപ്പോയി. ഡീലെന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധമില്ലല്ലോ, ഒരു സന്ധി, ഒരു കരാറിൽ എത്താൻ പോകുന്നു, ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എല്ലാവരും കൂടെ ബഹളമൊക്കെ വെച്ചു. ഇതിന് മതി, പോക്കണം കിടായിപ്പോയി. കാരണം ഞാനെന്ന വ്യക്തി മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ പലരും ഈ യുദ്ധം കാണാൻ താല്പര്യമുണ്ടായിരുന്നു. യുവന്മാർ തമ്മിൽ അടിച്ച് പണ്ടാറടങ്ങി പോകുന്ന പൊക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്ന ധാരാളം രാജ്യങ്ങളുണ്ട്. ഭാരതം അക്കൂട്ടത്തിലില്ല കേട്ടോ. ധാരാളം ഉണ്ട് അക്കൂട്ടത്തിൽ. ഭാരതം വരില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ മെക്കിട്ട് കയറണ്ട. ഭാരതം അതിലില്ല. നമ്മൾ യുദ്ധമല്ല, ബുദ്ധനാണ് വേണ്ടതെന്നൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഉള്ളുകൊണ്ട് സന്തോഷിക്കാമല്ലോ. രണ്ട് തെമ്മാടികൾ തമ്മിൽ അടിച്ച് ചാകുന്നെങ്കിൽ ചാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ കണ്ടത്. അല്ലാതെ ഇതിപ്പോൾ ഇറാൻ അമേരിക്കയെ ആക്രമിച്ച് ഇറാൻ തീർന്നു പോയാലും അമേരിക്ക തീർന്നു പോയാലും എനിക്കൊരു ചുക്കുമില്ല. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇവർ ഹിസ്റ്റോറിക്കലി വഴക്കാളികളാണ്. ഇറാനും അതെ, അമേരിക്കയും അതെ, ഇസ്രായേലും അതെ. ഇസ്രായേൽ എന്താണെന്ന് വെച്ചാൽ മേൽ നൊന്താൽ അവൻ തിരിച്ചടിക്കും. അത് ഏത് തമ്പുരാനാണെങ്കിലും അവൻ തിരിച്ചടിക്കും. അയാൾ എവിടെ പോയി ഒളിച്ചാൽ എത്ര വർഷം, ഇല്ലേ ബൈബിളിലൊക്കെ പറയുന്ന പോലെ, നീ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ശരി, നിന്നെ തപ്പി വന്ന് ഞാൻ കൂത്തിരി പിടിച്ച് പുറത്തിറക്കി മൂട്ടുകാലും ചാമ്പൂടാം എന്നുള്ള മട്ടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഡീല് കൊണ്ട് ട്രംപിന് എന്താ പ്രയോജനം? ട്രംപിന് പ്രയോജനം എണ്ണ. ഇയാൾ ഈ എണ്ണ എവിടെയുണ്ടെന്ന് നോക്കി നടക്കുകയില്ലേ. അങ്ങനെയാണല്ലോ വെനസ്വേലയിൽ നിന്ന് മഡ്യൂറോയെ പൊക്കിക്കൊണ്ട്, മഡ്യൂറോയും ഭാര്യയും, വയസ്സുകാലത്ത് ഭാര്യ കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്, ഭാര്യയും കൊണ്ട് അവിടെ അമേരിക്കയിൽ ജയിലിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഖമനയിയെ പൊക്കിയെടുക്കുമോ എന്നായിരുന്നു എൻ്റെ നോട്ടം. ഖമനയിയെ പൊക്കിയില്ല ഇതുവരെ. മഡ്യൂറോയെ പൊക്കുന്ന പോലെ അല്ല ഖമനയിയെ പൊക്കുന്നത്. മഡ്യൂറോയുടെ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ വേറെ. വാസ്തവത്തിൽ മഡ്യൂറോ ഖമനി ചെയ്തത്രയും കുറ്റമൊന്നും മഡ്യൂറോ ചെയ്തിട്ടില്ല കേട്ടോ. സത്യം ഞാൻ പറയുക. കാര്യം അവനൊരു വെകിളിയായിരുന്നു, ഒരു വാവളപ്പനായിരുന്നു മഡ്യൂറോ. ചുമ്മാ ദിവസവും ട്രംപിനെ വെല്ലുവിളിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് വെറുതെ വിട്ട് കളഞ്ഞാൽ മതി. പക്ഷേ ട്രംപിന് അവിടുത്തെ എണ്ണ വേണം. അതിന് വേണ്ടിയിട്ട് മഡ്യൂറോയെ പൊക്കി. ഇപ്പോൾ ഇറാനിലെ എണ്ണയും ട്രംപിൻ്റെ കൂടെയുള്ളവരും, സ്റ്റീവ് വിറ്റ്കോഫ് പുള്ളിയുടെ പഴയകാല കൂട്ടുകാരന്, വയസ്സിന് കമ്പിളിയൊക്കെ പൊതിച്ച് നടക്കുന്ന ഒരാൾ, സ്റ്റീവ് വിറ്റ്കോഫ് അല്ല, നമ്മൾ ഈ കപ്പലൊക്കെ ഇറക്കി യുദ്ധത്തിന് പോകുന്നതിന് പകരം ഇവർ തമ്മിലൊരു ധാരണയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇറാനിൽ നിന്നുള്ള എണ്ണ എന്താ പുളിക്കുമോ? വെനസ്വേലയിൽ നിന്ന് എണ്ണ എടുക്കാമെങ്കിൽ ഇറാനിൽ നിന്ന് നമുക്ക് എണ്ണ എടുക്കാമെന്ന്. ഇറാനിലെ എണ്ണ ഇപ്പോൾ ചൈന ചോർത്തിക്കൊണ്ട് പോവുകയാണ്. ബാക്കി ആരും അവിടെ നിന്ന് മേടിക്കുന്നില്ല. കാരണം അമേരിക്ക കണ്ണുരുട്ടും, പ്രശ്നമാകും, വഴക്കാകും, എന്തിന് ഈ പൊലാപ്പ്, നമുക്ക് വേറെ മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വരുത്താറില്ല. ചൈന വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറാനിൽ നിന്ന് എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും കൂടെ അവിടെ നിന്ന് എണ്ണ മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ടെൻഷൻ അങ്ങ് തീരുമല്ലോ. നമുക്ക് എണ്ണയും കിട്ടും. അതുകൂടാതെ ഖനികൾ ധാരാളമുണ്ട് ഇറാനിൽ. ഒരുപാട് മലമ്പ്രദേശം, അതിലടിയിലൊക്കെ എന്തോ വിലപിടിച്ച ധാതുക്കൾ. ഇപ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ധാതു. എന്ത് തേങ്ങയാണോ ആർക്കറിയാം. ധാതു കുഴിച്ചെടുക്കാം. അപ്പോൾ പിന്നെ അതല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞു. ഇറാന് ഒരു സിഗ്നൽ അയച്ചു. ഇറാൻ അപ്പോൾ പറഞ്ഞു, അല്ല ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യം, അത് നമുക്ക് സംസാരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നായി ഇറാൻ. അപ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യാൻ ജനീവയിലോ അങ്ങനെയൊക്കെ. ഒമാനാണ് ഇതിൻ്റെ ഒരു മധ്യസ്ഥൻ. അപ്പോൾ അങ്ങനെ ഒരു തവണ ചർച്ച കഴിഞ്ഞു. അപ്പോൾ ഏകദേശം പോസിറ്റീവാണ് ഫലം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് സമാധാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കപ്പൽ 2 ഇറക്കിയതുകൊണ്ടില്ല, അത് പിൻവലിക്കുകയൊന്നുമില്ല. അത്
ഈ മധ്യപൂർവ്വദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വിട്ടിരിക്കുകയാണെന്നാണ് അമേരിക്ക പറയുന്നത്. മിഡിൽ ഈസ്റ്റ്, മധ്യപൂർവ്വം. ആരുടെ ഈസ്റ്റാണ് എനിക്കിന്ന് വരെ മനസ്സിലായിട്ടുള്ളത്. എന്ത് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയാൻ കാര്യം? എന്താ കിഴക്കിൻ്റെ നടുക്കാണോ ഈ ഇസ്രായേലും ഇറാനും ഈ സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നത്? ബട്ട് മിഡിൽ ഈസ്റ്റ്, ദ ഹോൾ ഓഫ് മിഡിൽ ഈസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയും ആൾക്കാർ. സംഭവം എന്താണെന്ന് വെച്ചാൽ സായിപ്പിൻ്റെ കിഴക്ക് വശം, അത് ഈസ്റ്റ്. അപ്പോൾ തീരെ കിഴക്കാണോ? അല്ല, കിഴക്കാണ്, പക്ഷെ കിഴക്കിൻ്റെ നടുക്കാണ്. മുഴുവൻ കിഴക്കായിട്ടില്ല, നടുക്ക് വെച്ച് നിൽക്കുന്നു. ഇതാണ് മിഡിൽ ഈസ്റ്റ്. എല്ലാം സായിപ്പിൻ്റെ കണക്കാണ്. ഫാർ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ സായിപ്പിൻ്റെ അവിടെ നിന്ന് ഒരുപാട് കിഴക്ക്. ഇതാണ് ഈ പേരുകളെല്ലാം സായിപ്പിനെ കേന്ദ്രീകരിച്ച് ഇംഗ്ലണ്ട്, യൂറോപ്പ്, ചിലപ്പോൾ അമേരിക്ക, ഇതിനെയൊക്കെ ഇവരാണ് റഫറൻസ്. നമ്മളൊക്കെ അവരുടെ റഫറൻസിൽ അളക്കപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റ് അത് മലയാളത്തിലാക്കിയിട്ട് മധ്യപൂർവ്വ പ്രദേശം എന്നൊക്കെ പറഞ്ഞു കളയും നമ്മുടെ ചാനലുകൾ. അയ്യോ, ഇത് കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് ഇത് എവിടെ ഈ മധ്യപൂർവ്വ പ്രദേശം, നീ സ്ഥലം പറയടാ. അല്ല, അത് ഇറാൻ, ഇറാനാണെങ്കിൽ ഇറാൻ എന്ന് പറ, ഇസ്രായേലാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറ, നിൻ്റെ മധ്യപൂർവ്വം. ഇതുപോലത്തെ കുറേ സ്വപ്നങ്ങളിട്ട് കളിക്കുന്നു. എന്നിട്ട് ഈ വിദേശകാര്യ വിദഗ്ധരുണ്ടല്ലോ, അവരാണ് ഇത് വഷളാക്കുന്നത്. മധ്യപൂർവ്വദേശത്തിൻ്റെ ഉത്തരഭാഗത്ത് ഇവിടെ സ്ഥലം എവിടെയാണ് ചേട്ടാ? പിന്നെ ഇതുണ്ട്, തെക്ക് കിഴക്കൻ ഏഷ്യ. അതേത് ഏഷ്യ? സ്ഥലം പറയുന്ന രാജ്യങ്ങൾക്കൊക്കെ പേരില്ലേ, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നൊക്കെ പറയുന്നത്. അല്ല, അത് 4 രാജ്യങ്ങളുണ്ട്, ആ 4 പേര് പറ പണ്ടാരണക്ക്. ഇത് ചെയ്യൂല, മനുഷ്യനെ നേരെ കാര്യം പറയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ മധ്യപൂർവ്വ പ്രദേശം എന്നൊന്നും പറയുന്നില്ല. ഇസ്രായേലിന് ഇസ്രായേൽ എന്ന് പറയുക, ലെബനാണ്, ജോർഡനാണ്, ഈജിപ്റ്റാണ്. അത് ഈജിപ്റ്റ് എന്നങ്ങ് പറഞ്ഞ് തൊലയ്ക്കരുതോ? അപ്പോൾ ഇവർ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള രാജ്യങ്ങളെ മുഴുവൻ അത് അഫക്റ്റ് ചെയ്യും. അതായത് ഒമാൻ, UAE, സൗദി അറേബ്യ, പിന്നെ ഈജിപ്റ്റ്, ഇസ്രായേൽ, ജോർദാൻ, സിറിയ, ലെബനൻ, ഇറാഖ്, ഇവരെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. കാരണം ഈ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് ഇടപെടേണ്ടി വരും. അത്ര തിങ്ങി നിറഞ്ഞ സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അത് വലിയ കുഴപ്പമുണ്ടാക്കും. എന്നാൽ അമേരിക്ക വേറൊരു തന്ത്രം കൂടെ പയറ്റാനിടയുണ്ട്. ഈ ഇറാനോട് ചേർന്ന് കിടക്കുന്ന ഒരു പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ട്. അത് അമേരിക്കയുടെ അടിമയുമാണ്, നമുക്കറിയാമല്ലോ. അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, പക്ഷെ അത് അമേരിക്കയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതാണ് ഓപ്സിന്ദൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാവം മാറിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ട്രംപിൻ്റെ താരിഫും തെറിയും ഭണ്ഡാരക്കെട്ട് മുഴുവൻ തുടങ്ങിയത് ഓപ്സിന്ദൂർ കഴിഞ്ഞപ്പോഴാണ്. ഓപ്സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാനിലെ ആണവ ശേഖരത്തെ ഒന്ന് ചവിട്ടി. കാര്യമായിട്ട് ദോഷമൊന്നും പറ്റിയില്ല, പക്ഷേ അങ്ങോട്ട് കയറാനും ഇറങ്ങാനും വയ്യാത്ത രീതിയിൽ ഒരു ചവിട്ട് വെച്ച് കൊടുത്തു. അതോടെ ട്രംപിന് കലിയിളകി. കാരണം അത് അമേരിക്കൻ പട്ടാളക്കാരെ വെച്ച് സംരക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. നമ്മളിത് അറിഞ്ഞാണോ അറിയാതെയാണോ എന്നറിയാൻ പറ്റില്ല. അവിടെ ചവിട്ടി കുളമാക്കി, കയറാൻ ഇറങ്ങാനുള്ള വഴി അടഞ്ഞു പോയി. ആകെ കൂടെ അവർ പ്രശ്നത്തിലായി. അതോടെ ട്രംപിന് കലിയിളകുകയും മോദിയെ തെറി പറയാൻ തുടങ്ങുകയും, ഞാനാണ് യുദ്ധം നിർത്തിയതെന്ന് പറയാൻ, ഞാൻ താരിഫ് അടിക്കുമെന്ന് പറയുക, ഡെഡ് എക്കണോമി എന്ന് വിളിക്കുക. എനിക്കറിയാമില്ല. നേരം വെളുത്താൽ വൈകുന്നേരം വരെ അയാൾ പല രീതിയിൽ മോദിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാണ് ചീത്ത പറയുന്നതെന്ന് മോദിക്ക് അറിയാവുന്നതുകൊണ്ട് മോദി തിരിച്ചൊന്നും പറയാനും പോയില്ല. താൻ എന്താണെന്ന് വെച്ചാൽ പറ, എൻ്റെ കാര്യം കഴിഞ്ഞു. ഇതാണ് മോദിയുടെ നിപ്പ്. എന്തുവാകട്ടെ, ഇപ്പോൾ ഈ ഡീല് നടത്താൻ ട്രംപ് ശ്രമിക്കുന്നു. ഇതിൽ നിരാശനായ ഒരു മനുഷ്യനാരാ? നെതന്യാഹു. കാരണം ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. ഇതാണ്. 2 പേരും ചാകണം, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഞാനും ചാകണം. ഇതായിരിക്കും
എന്തും ആയിക്കോട്ടെ, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. നെതന്യാഹു ചോദിക്കുന്നത്, ഇങ്ങനെ പ്രഖ്യാപിത ലക്ഷ്യം കൊണ്ടു നടക്കുന്ന ആളുമായിട്ട് നിങ്ങൾ എന്ത് ഡീലിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്? നെതന്യാഹു ഓടി അമേരിക്ക ചെന്നു, ട്രംപിനെ കണ്ടു, 3 ദിവസം അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നെതന്യാഹു പറഞ്ഞു, ചേട്ടാ ഡീലൊക്കെ കൊള്ളാം, ഡീലിൽ ഒരു കണ്ടീഷൻ ചേട്ടനെ ആദ്യം വയ്ക്കണം, അവരുടെ ന്യൂക്ലിയർ പ്രവൃത്തികൾ മുഴുവൻ നിർത്തിവയ്ക്കുക. 2, കംപ്ലീറ്റ് ന്യൂക്ലിയർ മെറ്റീരിയൽ അവിടെ നിന്ന് എൻറിച്ച്ഡ് യുറാനിയം അടക്കം 1 ഗ്രാം പോലും ഇല്ലാതെ മാറ്റുക, അമേരിക്കയിലേക്കോ എങ്ങോട്ടെങ്കിലും മാറ്റുക. 3, അവർ ചെലവും വളർത്തുന്ന വലിയ പട്ടികളുണ്ടല്ലോ, ഭീകരന്മാർ, അതായത് ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ്, ഇതുപോലെയുള്ള കക്ഷികൾക്കുള്ള ഫൈനാൻസ് മുഴുവൻ നിർത്തിവെക്കുക, അവരെ നിർജ്ജീവമാക്കുക. ഇതൊക്കെ ചെയ്തിട്ട് വേണം ചേട്ടൻ ബാക്കി കാര്യത്തിൽ എണ്ണ, പിണ്ണാക്ക്, പരുത്തിക്കുരു ഒക്കെയുള്ള ഡീല് തയ്യാറാക്കാൻ. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ റാവുകയെ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ പറഞ്ഞു. ഡെത്ത് ടു അമേരിക്ക എന്ന് അവൻ പറഞ്ഞു, പക്ഷേ അതൊന്നും അവനെ കൊണ്ട് നടക്കില്ല. ഞാൻ ദൂരെയല്ലേ. ചേട്ടൻ ദൂരെയാണ്, ചേട്ടൻ സേഫാണ്. ഞാനും എൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞാണ് അവൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, മനസാക്ഷിയില്ലാത്തവനാണ്. ഇതാണ് നെതന്യാഹുവിൻ്റെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ട്രംപ് കയറി ഒരു ഡീല് നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം നെതന്യാഹുവിനാണ്. നെതന്യാഹു ചതിക്കപ്പെട്ടു എന്ന് നെതന്യാഹുവിന് തോന്നും. അത്രയധികമാണ് ഇസ്രായേലും US-ഉം തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ ബന്ധത്തെ അവഗണിച്ചുകൊണ്ട് ഒരു ഡീല് ട്രംപ് നടത്തുമോ? ചിലപ്പോൾ നടത്തിക്കൂടായികയുമില്ല. ആൾ ട്രംപാണ്. ഇസ്രായേലിനോട് പറയും, നീ പോടാ, നിൻ്റെ പാട് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ചെളിയാവും. ബട്ട് ഇസ്രായേലിന് അമേരിക്കയിലുള്ള പിടി ട്രംപ് മാത്രമൊന്നുമല്ല. ട്രംപിന് താഴെയുള്ള അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ വൻ പണക്കാർ, അവിടുത്തെ ഡീപ് സ്റ്റേറ്റ്, ഇതിലെല്ലാം ഇസ്രായേലിന് അനുകൂലമായ ഉദ്യോഗസ്ഥന്മാർ, ഓഫീസേഴ്സ്, ഇതുപോലത്തെ ആൾക്കാരൊക്കെയുണ്ട്. പലരും ജൂതന്മാരാണ് താനും. അമേരിക്കയുടെ പോളിസി തീരുമാനിക്കുന്നത് പലപ്പോഴും ജൂതന്മാരാണ്. അവർ ഇസ്രായേലികളല്ല, അമേരിക്കൻ പൗരന്മാരാണ്, പക്ഷേ ബേസിക്കലി ജൂതന്മാരാണ്. ഇതാണ് ഹിസ്റ്റോറിക്കലി ഇസ്രായേലിന് അമേരിക്കയുടെ പുറത്തുള്ള പിടി. അമേരിക്ക വിചാരിച്ചാൽ പോലും, ഒരു അമേരിക്കൻ പ്രസിഡൻറ്റ് വിചാരിച്ചു എന്ന് കരുതി ഇസ്രായേലിനെ ദ്രോഹിക്കാനോ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ അവഗണിക്കാനോ അമേരിക്കയ്ക്ക് സാധ്യമല്ല. ഈ അവസ്ഥ ട്രംപിനുമുണ്ട്. പക്ഷേ ട്രംപിന് തരക്കേടില്ലാത്ത ഭ്രാന്തവുമുണ്ട്. ഇയാൾ ഈ ട്രൂത്ത് സോഷ്യലിൽ അങ്ങ് എഴുതി വിട്ടതാണ്. അയാൾ പറയാണ്, ഞാൻ ഇറാനുമായിട്ട് ലോഹ്യത്തിലാകുകയാണ്, ഇറാൻ എനിക്ക് നല്ല ഉറപ്പൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇറാൻ തരാൻ സാധ്യതയുള്ള ഉറപ്പുകളെല്ലാം തന്നതായിട്ട് ഇയാളങ്ങ് പ്രഖ്യാപിക്കും. ഇത് ഇയാളുടെ ഒരു സ്ഥിരം പണിയാണല്ലോ. ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പുള്ളി പുറത്തു വിട്ട് ബഹളമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഓരോ ഡീറ്റെയിൽസായിട്ട് ബാക്കിയുള്ളവർ അതില്ല കേട്ടോ, ഇതില്ല കേട്ടോ എന്ന് പറയാൻ തുടങ്ങി. മാർക്കോ റൂബിയോ, JD വാൻസ്, പിന്നെ അവരുടെ നെഗോസിയേഷൻ ടീമിലുള്ള ആൾക്കാർ, ഇവർ ഓരോന്നോരോന്നായിട്ട് തിരുത്തി. ട്രംപ് തിരുത്തിയില്ല. ട്രംപ് ഇപ്പോഴും എഴുതിയിട്ടത് തന്നെ. ഇതൊക്കെയാണ് ട്രംപിൻ്റെ പരിപാടി. അതുപോലെ അങ്ങ് അനൗൺസ് ചെയ്യും, ഇറാൻ ഇന്ന കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. ഉടനെ ലോകത്ത് മുഴുവൻ ബഹളമാകും. വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് ഇവരൊക്കെ വാർത്തയാക്കും. CNN, IBN വാർത്ത, ഇവിടെ ഏഷ്യാനെറ്റിൽ പ്രശാന്ത് രഘുവംശം ഒക്കെ പറയും. എല്ലാം ഇങ്ങനെയൊക്കെ പറയും. ബട്ട് ഈ കാര്യമൊന്നും ഇറാൻ സമ്മതിച്ചതായിരിക്കുകയില്ല. ഇറാൻ പറയും, ഞങ്ങളിതൊന്നും സമ്മതിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ ആ വാർത്ത പരക്കില്ല. അപ്പോൾ അങ്ങനെ ഓപ്റ്റിക്സിൽ കാർന്നവർ ജയിക്കും. ഒരു ഇറാനെ കീഴടക്കി എന്നൊരു ധാരണ ലോകം മുഴുവൻ പുള്ളി പടർത്തും. ഇറാന് ഫലപ്രദമായിട്ട് അതിനെ ചെറുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ചില കളികളുമൊക്കെ ട്രംപിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഇതൊന്നും കളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള മട്ടിലാണ് ഇസ്രായേലിൻ്റെ നിൽപ്പ്. ഇസ്രായേലിന് അതിനുള്ള കഴിവുണ്ട്, അതാണ് രസം. ഇസ്രായേൽ വിചാരിച്ചാൽ അമേരിക്കയെ കൊണ്ട് ഒരു നിലപാടെടുക്കാനും എടുപ്പിക്കാതിരിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഈ തൃശ്ശൂർ പൂരം എന്ന വെടിക്കെട്ട് കാണണമെങ്കിൽ
ഇസ്രായേൽ കനിയണം. മിക്കവാറും ഇസ്രായേൽ അത് ചെയ്യും. കാരണം ധാരണയ്ക്കോ ഡീലിനോ ഒന്നും ഇസ്രായേൽ സമ്മതിക്കില്ല. കുറച്ച് നീണ്ടുപോകുമെങ്കിലും ഒരു പേരിനെങ്കിലും ഒരു 2 ദിവസത്തേക്കെങ്കിലും ഒരടിയും പിടിയും ഉണ്ടാക്കിയിട്ടേ ഇസ്രായേൽ അടങ്ങുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.